हाँ वेरना दो वेरने और कहाँ तक पढ़ाई बड़ा होगा हाँ पकेगा खाएंगे പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഡാർജിലിംഗ് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ ചാടിക്കുമ്പോൾ പറഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ തിരിയിരിക്കും ഒരുക്ക് അപ്പോൾ ഞങ്ങൾ ഡാർജിലിംഗ് പോകാൻ നിന്നതിന് പോണ വൈക്ക് വിടാനുള്ളൊരു അടിപൊളി ബീഹാറും വെസ്റ്റ് ബംഗാളും അതായത് ബീഹാറും ബംഗാളും പങ്കിടുന്ന ഒരു ഇവിടെ ബീഹാറും ബംഗാളും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടുത്തെ ഗ്രാമവും വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. നമ്മളെ തപ്പൻ ഗംഗാരംപൂര് പോലെയല്ല, വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയതാണ്. ഇതാ അവിടുത്തെ വീട്, മുള, ചളി, ടാർപ്പായ, ചാക്ക് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഇഷ്ടിക്കാൻ മമത് തന്നെയല്ലേ, മമത് ആരോ സ്ഥാനാർത്ഥി ആരോ ഉണ്ട്. അതാണ് ഗ്രാമത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാസ്ത മേ ബി അവിടുന്ന് കിട്ടും. ഇത് ഈ ഗ്രാമത്തിലത്തെ ഒരു പീടിയാണ്. ചെറിയനെ നൂഡിൽസ് ഒറ്റക്ക് തിന്നുന്നുണ്ട്. പെട്രോളൊക്കെ അതാ തൂക്കിയിട്ടിങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ്. നല്ല കാഴ്ചയിൽ നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ടാവും. നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം. എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ജൂട്ട്. ഈ ജൂട്ടുണ്ട് വലുതാവും, വലുതായി ഒരാളെ ഹൈറ്റിനൊക്കെ ഉണ്ടാവും. മോനെന്താ കുളം പറ്റിച്ച. ഇതാണ് മറ്റേ ഓപ്പൺ തൊഴുത്താണ്. പശു കോഴിമുട്ടൊക്കെ ഇടും. ഓപ്പൺ തൊഴുത്ത് പശുവിന് നല്ല കാറ്റിട്ടാൻ വേണ്ടി. ഇവിടുത്തെ ഒരു ഭയ്യ भैंस खाने का पशु तुंदना पुल्लों का टोड़ पुल्ली वो पानी भी डालते, पानी पाल सब कुछ डालते. हाँ ये क्या बकरी का इससे बड़ा है. അപ്പോൾ അതാണത്. അതിരാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഇങ്ങനെ മാറ്റി ഒരുങ്ങി പോകുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഓനക്ക് എൻ്റെ ഇംഗ്ലീഷ് തിരിയായിട്ടാണോ ഇനി ഓനക്ക് ഇതിനെക്കാട്ടിൽ കൂടുതൽ ഇംഗ്ലീഷ് അറിയണോണ്ടാണോ അറിയില്ല, ഒന്നും പറഞ്ഞില്ല. ഇതാണ് മുളക്ക് എന്താ പറയല്, ബാമ്പു സലാം ഹരിയത്ത്. ये कई को बना रहे घर बनाने को ऐसा हाँ गोरू रखने के लिए और गोरू रखने के लिए वो उधर ऐसा ऐसा कच्चा नहीं सूखेगा बाद. ये सूखेगा, हल्का सूखेगा. उसमें प्लास्टिक दे देंगे, ऊपर मार देंगे, चाली मार देंगे. हाँ प्लास्टिक दे देंगे. अच्छा ये कितना है इसमें नापा हुआ है. हाँ वहाँ से नापा हुआ है. अच्छा ये आपका है. हाँ घर इधर ही. हाँ ये वो भाई है. हाँ दो भाई इधर है. एक भाई इधर है. पर ഈ ठीक है ഈ മുളായിട്ട് ഇവിടെ വീടിന് ചുമര് മതിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇതാ ഇവിടെ കെട്ടിയ ഇങ്ങനത്തെ മതിൽ ചുമര് ഇതൊക്കെ മുള കൊണ്ടാണ് ഉണ്ടാക്കൽ. നമ്മളെ നാട്ടിലും ഉണ്ടാക്കിയിരുന്നു തോന്നണം. അങ്ങനെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് കയറി ചെന്നാണ്. നല്ല സുന്ദരമായ വീട് എന്ന് പറയുന്നില്ലെങ്കിൽ നല്ലൊരു ഒരു ഭംഗിയുണ്ട് കാഴ്ചയിൽ. നല്ലൊരു ആംബിയൻസ് ഉണ്ട്, പച്ചയും മഞ്ഞയും നീലും ചുവപ്പൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വേറെ ഷെഡ് കെട്ടിയിട്ട് ഇത് തൊഴുത്ത്. എയർ കണ്ടീഷനൊക്കെ ഉണ്ട്. കാറ്റിങ്ങനെ വരും പോവും, പോക്കുവരവൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് വരെ അടുക്കള. ഇതാണ് വരെ അടുക്കള. അടുക്കളയിലെ നല്ല രസമുള്ള അടുക്കള. ഞാൻ കയറുന്നുണ്ട് കേട്ടോ. ഞാൻ കയറി വെക്കട്ടെ കേട്ടോ. വെളുത്തുള്ളി കെട്ടി തൂക്കിയിട്ടുണ്ട്.
നല്ല രസമുണ്ട്. ഗ്യാസും കുറ്റിയുണ്ട്, സ്റ്റൗ ഉണ്ട്, അടുപ്പ് റെഡിമെയ്ഡ് അടുപ്പുണ്ട് ഇവിടെ. കൂർക്കളുണ്ട് പാത്രത്തിൽ. അങ്ങനെ ഒരുപാടുണ്ട്. സ്റ്റോർ റൂമാണല്ലേ. അടുപ്പ് ഇവിടെ ഉണ്ട്. ഫുള്ള് സെറ്റാണ്. സെറ്റ് അങ്ങനെ നോക്കുന്നുണ്ട്. എന്തിനുള്ള നോട്ടാന്നാവും. ഇതാണ് നേരത്തെ കണ്ട കൗത്തി വെച്ചിരുന്ന സാധനം, മലർത്തി വെച്ചിരുന്ന സാധനത്തിൻ്റെ വേറൊരു രൂപമാണ്. മുളയുണ്ട് വളച്ച് കെട്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് കഴിക്കുന്നുണ്ട്. റിമാസ് ഇവിടുന്ന് കിട്ടിയത് കൂട്ടുകാരനാണ്. അവൻ്റെ പീച്ചെ തോട और കൂട്ടുകാർ है वो बोलेंगे इधर ये बंगाल या बिहार? बंगाल ये बॉर्डर है. इधर का माहौल बता दीजिए कैसा है? इधर का माहौल तो अभी फिलहाल ठीक है. और अभी गर्मी है अभी फिलहाल बहुत ज़्यादा है. 45 डिग्री. हाँ. और कहाँ तक पढ़ाई है? 5 तक. और आगे अभी कमा रहा हूँ. हाँ? कमा रहा हूँ अभी. कौन सा काम? हैदराबाद में रहता हूँ. हैदराबाद में. अच्छा, अभी छुट्टी में है? कितना दिन? बस जा रहा हूँ 25 तारीख को. हाँ. घर किधर? इधर हम वही पहले हम शुरू किए. ठीक है. ഇത് മഞ്ഞൾ ഉണക്കാട്ടതാണ്. ഇതിലിട്ടിട്ട് ചൂടാക്കി തിളപ്പിച്ച് മറിച്ച് തിരിച്ച് ഇപ്പോൾ വെയിലത്തിട്ട് ഉണക്കും. ഇതിവിടുത്തെ മുളക് കൃഷി. മുളക് അയക്കണം. മുളക് പാടം എന്ന് പറയാനില്ല. ഇത് ഈ വീട്ടുകാർ തോന്നില്ല. വീട്ടുകാർ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ, അവർക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമാണ്. വിൽക്കും ചെയ്യും. ബാക്കി കുറേ ഉണ്ടാവില്ല ഇപ്പോൾ ഇത് മുളകില്ലേ. ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിത്തായിട്ട് അല്ല, ചുവന്ന മുളകാക്കില്ല. എന്തോ വരുന്നുണ്ട്. ഞാൻ മോനെ മേശ കട്ടില ആ പോണു. ട്രാക്ടറിന്റെ മുകളിൽ വെക്കണ ഷീറ്റ്. ഇവിടെ സഞ്ചരിക്കുന്ന ഒരു ഇതാണ് സഞ്ചരിക്കുന്ന പത്രക്കട. അമ്മ വീഡിയോ കറക്കാൻ ഇതാണ് സഞ്ചരിക്കുന്ന വീടല്ല പാത്രക്കട. കുപ്പി, ഗ്ലാസ്, പ്ലേറ്റ്. ഇത് വിശദീകരിക്കും. ഗ്ലാസ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, डिनर सेट फुल सेट. ये आप दुकान से लेते हैं? अमरपुर से लाते हैं. अमरपुर में. तो बाकी हुआ तो वापस देते? वापस नहीं लेते. ये पूरा फुल വാങ്ങിയിട്ട് മൂപ്പര് കമ്മീഷൻ എടുത്തിട്ട് വിൽക്കും. कमीशन मिलेगा? कमीशन नहीं, वहाँ से लाते हैं खरीद के और यहाँ पर ऐसे आप दूसरा प्रेस डालेंगे? 300 रुपये को वांगे 300 रुपये को उड़ा. हाँ. 100 आपका मिलेगा. हाँ, अगर ये हम 40 रुपये में लाते हैं खरीद के वहाँ से, तो यहाँ पे 70-80 बिक रहे हैं. हाँ. घर किधर? इधर सामने. घर यहीं पे. हाँ. के बगल में. അതാണ് ബിസിനസ്. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാന്നല്ലാണ്ട്. നല്ല വെയിലാണ്. 45 ഡിഗ്രിയാണ്. ഇന്നലെയാണ് 40. ഇന്ന് 43 വിളിക്കുന്നു. ഞങ്ങളിതാ ബൈക്ക് മേലെ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ബൈക്കുമ്പോൾ അങ്ങനെ അടുത്ത ഗ്രാമത്തിലേക്ക് പാത്രക്കട കണ്ടപ്പോൾ ഇത് ഇവിടുത്തെ അതിമനോഹരമായ ഒരു പീഡിയമുറി. നല്ല സെറ്റപ്പിൽ കെട്ടോടും മട്ടോടും കൂടി. അൻവർ മുട്ടായി വാങ്ങിക്കോ. മുട്ടായി വാങ്ങാമെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഞാൻ വെച്ചരാം. 5 എടുക്ക. एक तेरा, एक मेरा, 2 तेरा. मेरा കുറേ വേണം എന്നാലേ കളി ശരിയാവും. 5 रुपये 5. This is that മാങ്ങ മുട്ടായി. ठीक है, താങ്ക് യു. മനസ്സിലായില്ലോണ്ട്. മറ്റവൻ്റെ പറഞ്ഞ പോലെ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ നാട്ടുകാർ.
പിന്നെ ബാക്കിയൊക്കെ കമാത്ത പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങൾ വെച്ചടി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഗംഭീര വെയിലാണ്, കണ്ണുറക്കാൻ പറ്റാത്ത കണ്ണു തുറക്കാൻ പറ്റാത്ത വെയിലാണ്. പക്ഷേ ഇവിടെ കൂടി ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു കുളിരൊക്കെ ഉണ്ട് മോളെയും പരിപാടിയൊക്കെ ആയിട്ട്. അൻപറെന്തോ കാര്യമായിട്ട് പറയണം. നിർത്തല്ലേ പറയും, എന്നാൽ പിന്നെ പറയാം. ഇപ്പം നമുക്ക് ഈ കാഴ്ച കാണാം, നല്ല രസമുള്ള കാഴ്ച. ഇടയിലാണ് ഒരു പറയട്ടെ, മാവിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ തസ്ലീം കൊളാക്കാനായിട്ട് മാവിൻ്റെ അടിയിലൊരു ലിച്ചി മരം കണ്ടു. ആ മരമാണ് ഈ മരം. ഇതാണ് ലിച്ചി. ഇത് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ വെള്ളക്കായ് റംബൂട്ടാൻ്റെ അത് പിഞ്ഞുണ്ടാക്കണായിരിക്കും. लीची बड़ा होगा, बड़ा होके पकेगा तब खाएंगे, रेड हो जाएगा। हाँ और बताइए। आम भी बड़ा होगा, हाँ पकेगा, खाएंगे। ये बेचेंगे भी और ज़्यादा मिलेगा आम के जैसा होने से बेचेंगे। हाँ नहीं तो घर पे बच्चा खाएगा। बेचेंगे तो फिर उसके कपड़ा वपड़ा रोजगार होगा। कपड़ा बस्तर नमक तेल कितने मिलेगा? दाम 1 किलो का 1 किलो का तो 40 से 50 रुपया किलो है। हाँ तो वो कम है ना, 40 से 50 रुपया किलो है। कम तो नहीं है क्या? कम वाला क्या? वो कम वाला आम के बारे में बता रहा है। हाँ हमारे इधर मशहूर आम है, एम सागर। आम का नहीं, आम लीची का पूछ रहा है। 100 रुपये। हाँ 100 रुपया सैकड़ा, मतलब 2 रुपया 100-200 रुपया सैकड़ा। हाँ मतलब 2 रुपया 1 रुपया पीस, वैसे ही पीस में। हाँ जरा साइज बड़ा होने से आम के जैसे मिलेगा ये, आम जितना मिलेगा होगा उतना फिर बड़ा होगा। हाँ तोटा बड़ा। मीठा तो है ना, बहुत मीठा बहुत है। കഴിച്ചു हाँ നമ്മൾ കഴിച്ചിടും. മുപ്പര് എന്തെങ്കിലും പറയേണ്ട വെച്ചിട്ട് ചോദിച്ചാൽ ടീക്ക് നാം കി इनका ആപ്കാ. इस्लामुद्दीन। ഇത് ഇവിടുത്തെ ഒരു കുളിമുറിയാണ്, വാതിലൊക്കെ ഉണ്ട്. പക്ഷേ വാതിലുണ്ട് പക്ഷേ ചുമരൊന്നുമില്ല. സൂപ്പർ അങ്ങ് സംഭവമാണ്. നേരത്തെ വെട്ടി ഉണ്ടാക്കിയെന്ന മോളെയാണ് മുപ്പൊരു ബാസ്ക കാനക്ക. ആ അതൊന്നിൽ ചോട്ടുണ്ട്, പൊട്ടുമെന്നാവും. പരിപാടി ഇരുന്ന് ഉണ്ടാക്കിയത് അന്ന് വന്നു. ये कितना दिन का काम है? ये 1 साल चलेगा। 1 साल चलेगा। ये करने को कितना दिन होगा? 1 दिन 2 दिन? 2 दिन। पहले का दिन ये निकालना, चमड़ा निकालना, ऐसा फिर अभी ऐसा करना है, फिर सुखाना धूप में। फिर 1 साल मिलेगा. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാത്റൂമാണ്. പക്ഷേ ബൽക്കുന്നാലും പാടത്തു പോയാലും സംഗതികൾ വരുള്ളൂ.